ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലേഷ്യയിലെ 2 ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. ഒന്ന് ബുക്കിറ്റ് ബിങ്താങ്, മറ്റൊന്ന് ജെൻറ്റിങ് ഹൈലാൻഡ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബുക്കിറ്റ് ബിങ്താങ് ആണ്. മലേഷ്യയിലെ തന്നെ വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടുന്ന ഒരു സ്ട്രീറ്റാണ് ബുക്കിറ്റ് ബിങ്താങ് എന്ന് പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ സ്ട്രീറ്റിൽ പോയപ്പം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല. അന്ന് കാണാനും അത്ര ഭംഗിയില്ലായിരുന്നു. ലൈറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും മഴ പെയ്യുമ്പോൾ ഒരു സുഖമില്ലല്ലോ. പിന്നെ വീണ്ടും ഞങ്ങൾ ഒരു ദിവസം പോയിരുന്നു. അന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് അന്നാണ് സ്ട്രീറ്റ് സത്യം പറഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ബുക്കിറ്റ് ബിങ്താങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റ്. ഇവിടെ 2 സൈഡും ഇഷ്ടംപോലെ ഫുഡ് മാത്രമാണ്, ഫുഡും ഫ്രൂട്ട്സും ആണ് കൂടുതലും ഉള്ളത്. ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. എല്ലായിടവും നോക്കിയാലും ഈ ഡൂറിയൻ എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഇത് അവൈലബിൾ ആണ്. ഇതിന് തന്നെ അവിടെ പ്രത്യേകം ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ല് അങ്ങോട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും. ഞാൻ സ്മെല്ല് കൊള്ളാത്തത് കൊണ്ട് അത് ടേസ്റ്റ് പോലും ചെയ്യാൻ നിന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു നൈറ്റ് വൈബ് പ്ലേസ് ആണ്. അപ്പം ഇവിടം വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നൈറ്റ് ആയിരിക്കണം. നൈറ്റ് മാത്രമേ ആക്റ്റീവായിട്ടുള്ള സ്ട്രീറ്റാണിത്. അപ്പോൾ നൈറ്റ് വിസിറ്റ് ചെയ്യുക. മഴയില്ലെങ്കിൽ സൂപ്പറായിരിക്കും, നടന്ന് കാണാൻ പറ്റും. നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ അവൈലബിൾ ആണ്. അവിടെയൊക്കെ തന്നെ പുറത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ അവിടെ ആൽക്കഹോളും അലൗഡാണ്. കാരണം ഒരുപാട് പേര് അവിടേക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ബുക്കിറ്റ് ബിങ്താങ്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് KG സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറിൽ കയറി. സ്റ്റോറിൽ കയറിയപ്പോഴേ ഞാൻ വെറൈറ്റി ആയിട്ടൊരു സാധനം കണ്ടേ. നമ്മുടെ നാട്ടിലൊന്നും അത്ര സുപരിചിതമല്ലാത്തൊരു ഐറ്റം. ഇതെന്താണെന്ന് മനസ്സിലായോ? ചിക്കൻ്റെ നെയിൽസ് ഫ്രീസ് ചെയ്തത്. നമ്മളാരും അങ്ങനെ കഴിക്കില്ലെങ്കിൽ കൂടി അവിടെ ഇതൊക്കെ സുപരിചിതമായിട്ടുള്ള ഐറ്റംസാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ്, സ്നാക്സ്, അതേപോലെ നമ്മൾ കണ്ട സ്ട്രീറ്റ് എല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ നൈറ്റ് ടൈമിൽ എല്ലാ റെസ്റ്റോറൻറ്റിലും അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം നമുക്ക് സീറ്റ് കിട്ടാൻ. ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ സെറ്റിലായി. പിന്നെ എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 11:30 ഒക്കെ ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. പിന്നെ ഇവിടെ തോന്നിയ വേറെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നനച്ചിരിക്കാത്ത സമയത്തായിരിക്കും മഴ പെയ്യുക. നമ്മൾ മഴ പെയ്യുമെന്ന് വിചാരിക്കത്തില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കുട വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ കുട എടുത്തിട്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ സ്ട്രീറ്റിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് വന്നു. പിന്നെ റെസ്റ്റ് എടുത്തു. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു.
നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ജെൻഡിങ് ഹൈലാൻഡ്സിലേക്കാണ്. മലേഷ്യയിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അടുത്തൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജെൻഡിങ് ഹൈലാൻഡ്സ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1 മണിക്കൂർ കൂടുതൽ യാത്ര ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഗ്രാബ് ആപ്പ് വഴി ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ ഇപ്പോഴും ജെൻഡിങ് ഹൈലാൻഡ്സ് റിസോർട്ടിൽ എത്തിയിട്ടില്ല. ഇതൊരു ഹിൽ ടോപ്പിലുള്ള റിസോർട്ടാണ്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മൗണ്ടൻ വ്യൂസൊക്കെ കണ്ട് ഫോറസ്റ്റൊക്കെ കണ്ടിട്ട് കേബിൾ കാർ യൂസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കേബിൾ കാർ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് എടുത്തത്. മോർണിംഗ് ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ പെട്ടെന്ന് കേബിൾ കാറിൽ കയറാൻ പറ്റി. ഏകദേശം 3 കിലോമീറ്ററോളം നമ്മൾ ഫോറസ്റ്റിലൂടെ കേബിൾ കാറിൽ യാത്ര ചെയ്തിട്ടാണ് ഹിൽ ടോപ്പിലുള്ള ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് എത്തിച്ചേരുക. 2 സൈഡുള്ള ഫോറസ്റ്റിൻ്റെ വ്യൂ ഒക്കെ നല്ല സൂപ്പറാണ്. അതേപോലെ തന്നെ ഹിൽ ടോപ്പിലേക്ക് എത്തുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അവിടെ നല്ല ചില്ലാണ് ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ജാക്കറ്റൊക്കെ കരുതണം. നമ്മൾ ടോപ്പിലെത്തുമ്പോഴത്തേക്കും ക്ലൈമറ്റ് നല്ല ഡിഫറെൻ്റാണ്. ഇവിടെ വന്നിട്ട് നല്ല മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണ് നമ്മുടെ ചുറ്റും. അതേപോലെ തന്നെ താഴെ ക്ലൈമറ്റ് വന്നിട്ട് നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. പക്ഷേ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 1800 സീ ലെവലിൽ നിന്ന് എബോവ് ആണ് ജെൻഡിങ് ഹൈലാൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ജെൻഡിങ് ഹൈലാൻഡ്സ് റിസോർട്ടിലെത്തി. അല്ലാതെയും ഇവിടെ വരാം കേട്ടോ. പക്ഷേ കേബിൾ കാറിലൂടെ വരുമ്പം അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പം എന്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ റിസോർട്ട്സാണ്, റിസോർട്ട് ആൻഡ് ഹോട്ടൽസ്, പിന്നെ തീം പാർക്കുണ്ട്, അതേപോലെ തന്നെ കാസിനോസ്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ചു. ഇവിടെ ഫുഡ് കോർട്ടിൽ എല്ലാ കൺട്രീസിൻ്റെ ഫുഡും മോസ്റ്റ്ലി ഇവിടെ അവൈലബിൾ ആണ്. ഒരു 5-6 ലുലു മാള് ഒന്നിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം അതുപോലെയാണ് ഈ ജെൻഡിങ് ഹൈലാൻഡ്സിൻ്റെ അകം എന്ന് പറയുന്നത്. ഒരു വിശാലമായിട്ടുള്ള ഒരു മാള് തന്നെയാണ്. അതിൻ്റെ അകത്ത് റിസോർട്ടുണ്ട്, ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്, 5 സ്റ്റാർ ഹോട്ടൽസ്, കാസിനോസ്, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഇതെല്ലാം ഓരോന്നും ഓരോ ഫ്ലോറിൽ ഓരോ സൈഡിലൊക്കെയാണ്. വഴിയെങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകും. ഇവിടെ ഉണ്ടല്ലോ വേൾഡിലെ തന്നെ ടോപ്പ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ എല്ലാം ഔട്ട്ലെറ്റുകളുടെ ഇവിടെ അവൈലബിൾ ആണ്. ബാഗിൻ്റെത്, അതേപോലെ തന്നെ വാച്ചസ്, പിന്നെ ഷൂസിൻ്റെത്, അപ്പം എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ തന്നെ പെർഫ്യൂംസ്,
പെർഫ്യൂംസിൻ്റെ ഒക്കെ ജസ്റ്റ് ഞാൻ ചുമ്മാ പോയി വിലയൊക്കെ നോക്കിയായിരുന്നു. അതേപോലെ തന്നെ വാച്ചസ്, ഫോസിലിൻ്റെത്, ടിംബർലാൻഡിൻ്റെ വാച്ചസ്, അങ്ങനെ പ്രീമിയം ആയിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആയിരുന്നു അവിടെ. അങ്ങനെ കുറേ സമയം ഞങ്ങളിവിടെ എല്ലാം കറങ്ങി നടന്നു. പ്ലേ ഏരിയയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ മാളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുഡ് കോർട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇവിടെയും KFCയും ഒക്കെ അവൈലബിൾ ആണ്. അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് നമ്മൾ കേബിൾ കാറിനുള്ള ടിക്കറ്റ് നേരത്തെ താഴ്ന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഫുൾ ഡേ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരുപാട് നേരം നമ്മൾ നടന്ന് നല്ല ടയേർഡാവും. പിന്നെ വഴി ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. ഒരുപാട് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 ലുലു മാൾ ഒന്നിച്ച് ചേർത്ത് വെച്ചതുപോലാണ്. ഭയങ്കര നമ്മൾ വഴി തെറ്റിപ്പോവും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് പക്ഷേ ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ലൈഫിലൊരു ടൈം ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കണം. ഇതൊക്കെയായിരുന്നു ജെൻറ്റിങ് ഹൈലാൻഡ്സിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.